പ്രണയമന്താരം. രചന, അവതരണം മിത്രവിന്ദ. ഹലോ കണ്ണ, എവിടെയായിപ്പോൾ? അളിയ, ഞാൻ ദേ പകുതി വഴി എത്തി. അപ്പോൾ വീട്ടിലേക്ക് വരുന്നില്ലേ? വീട്ടിലേക്ക് വരാൻ ഇനി ഇഷ്ടം പോലെ സമയമല്ലേ ഉള്ളത്. എനിക്ക് വൈകിട്ടൊരു ലോഡുണ്ട്. അതിനു മുമ്പ് ചെന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടളിയ. എന്നാലും അതെന്തൊരു പോക്കാ. അവളാണെങ്കിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ, ഇപ്പോൾ ഒന്നും വേണ്ട. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, അതുകൊണ്ടാണ്. എന്നാലും ഇറങ്ങിയപ്പോൾ എന്താ വിളിക്കാതിരുന്നത്? കണ്ണനിപ്പോൾ എവിടെയെത്തി? പെൺകുട്ടിയെ കണ്ടോ? ഇഷ്ടായോ? എനിക്ക് പോകാൻ തിടുക്കമുണ്ടായിരുന്നു, അതാ ഞാൻ വിളിക്കാഞ്ഞത്. പിന്നെ പെൺകുട്ടി കുഴപ്പമില്ല, എനിക്കിഷ്ടായി. അവരോട് ആലോചിച്ച് തീരുമാനിക്കാൻ പറഞ്ഞു. സുമേഷിന് അവൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കാരണം രാവിലെ സുമേഷിനെ വിളിക്കുമ്പോൾ അവൻ ഇത്തിരി കലിപ്പിലായിരുന്നു. കണ്ണന് ഇഷ്ടായോ പെങ്കൊച്ചിനെ? അവൻ പറഞ്ഞതൊന്നുകൂടി ഓർമ്മിപ്പിക്കാനായി സുമേഷ് ചോദിച്ചു. എനിക്കങ്ങനെ ഇഷ്ടക്കുറവൊന്നും തോന്നിയില്ല. പിന്നെ ആളിത്തിരി ചെറുതാണ്. ആ, വരട്ടെ, എന്തായാലും നോക്കാം. അളിയാ, എന്ന് ഞാൻ വെക്കുവാണ്, ബാപ്പുട്ടി വിളിക്കുന്നുണ്ട്. ഓക്കെ കണ്ണ, ശരി, എങ്കിൽ കാണാം. സുമേഷ് ഫോൺ കട്ട് ചെയ്തു. ഹലോ, ആ ബാപ്പുട്ടി, എന്താടാ പറയേ? നീ പോയ കാര്യം എന്തായി? പെങ്കൊച്ച് കൊള്ളാമോ? പെങ്കൊച്ച് കുഴപ്പമില്ലടാ. പിന്നെന്താ? അല്ല, നമ്മളെ ഇഷ്ടമായോന്നറിയില്ലല്ലോ. നിന്നെ ആർക്കാണ് ഇഷ്ടമാകാത്തത്? നീ മിടുക്കനല്ലേ. വരട്ടെ, നമുക്ക് നോക്കാം. നിനക്ക് ടെൻഷനുണ്ടോ? ലേശം, ഇല്ലാതില്ല. ഏ, ഇപ്പം കല്യാണവും വേണ്ട, പെണ്ണും വേണ്ട, കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ടെന്ന് പറഞ്ഞ് നടന്ന നീയാണോ ഇപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒന്ന് പോയേ ചെക്കാ. ബാപ്പുട്ടി അവനെ കളിയാക്കി. അതുകൊണ്ടല്ല ബാപ്പുട്ടി, ഞാൻ ആ കുട്ടിയെ ഇഷ്ടപ്പെടാൻ കാരണം. കണ്ണൻ താൻ അച്ചമ്മയിലൂടെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ബാപ്പുട്ടിയോട് വിശദീകരിച്ചു. നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വേണം ഒരു ജീവിതം കൊടുക്കുവാൻ. നിനക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാപ്പുട്ടി അവനോട് പറഞ്ഞു. ആ, വിധിച്ചതാണെങ്കിൽ നടക്കട്ടെ ബാപ്പുട്ടി. അല്ലാതെ ഞാൻ ഒരുപാട് പ്രതീക്ഷയൊന്നും വയ്ക്കുന്നില്ല. ഇല്ലടാ, ഈ കല്യാണം നടക്കും, ഉറപ്പ്. ഇതാണ് നിനക്ക് വേണ്ടി പഠിച്ചവൻ കാത്തുവെച്ചത്. അങ്ങനെ ബാപ്പുട്ടിയോട് അല്പസമയം സംസാരിച്ചതിന് ശേഷം കണ്ണൻ ഫോൺ കട്ട് ചെയ്തിട്ട് തിരികെ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. അവനെത്തിയപ്പോൾ അമ്മയാണെങ്കിൽ മുറ്റത്ത് കുറച്ച് മല്ലിയും മുളകുമൊക്കെ കഴുകി വാരി ഉണങ്ങാനിട്ടിട്ടുണ്ട്. അവൻ ബൈക്ക് സൂക്ഷിച്ചു കൊണ്ടുവന്ന് ഷെഡിലേക്ക് പാർക്ക് ചെയ്തു. ശോഭ വേഗത്തിൽ ഇറങ്ങി വന്ന് തിണ്ണയിലേക്ക് സുമേഷോ രാജുവോ വിളിച്ച് കാര്യങ്ങൾ കുറച്ചെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി. അമ്മയുടെ മുഖത്ത് പതിവില്ലാതൊരു തിളക്കം. അച്ഛനിതുവരെ വന്നില്ലേമ്മേ? ഇല്ല, ഇന്ന് തോമാച്ചേട്ടൻ അവധിയാടാ. അതുകൊണ്ട് ആ ബ്ലോക്കും കൂടി അച്ഛന് വെട്ടണം. അവൻ മുറിയിലേക്ക് പോയി. ഒരു കാവ്യമുണ്ട് ഉടുത്തുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ ചക്കക്കുരു ചുരണ്ടുന്നുണ്ട്. അവൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. ഈ അമ്മ എന്താണൊന്നും ചോദിക്കാത്തത്? അവൻ മനസ്സിലോർത്തു. ശോഭയാണെങ്കിൽ യാതൊരു ഭാവഭേദവുമില്ലാതെ ജോലികൾ ചെയ്യുന്ന തിരക്കിലാണ്. കണ്ണൻ അത് കണ്ടിട്ട് അല്പം ദേഷ്യം വന്നു. അവൻ അവരെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് പോയി. മകൻ പോയതും അവൻ അടക്കി ചിരിച്ചു. എന്നാലും അവൻ തന്നോട് നേരിട്ട് കാര്യം പറയോ ഇല്ലയോ എന്നാണ് അവർ നോക്കിയിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. എന്തായാലും ശ്രീകുട്ടി വരട്ടെ. അവൾക്ക് ഉച്ചവരെ ഇന്ന് ക്ലാസ്സുള്ളൂ. അത് കഴിഞ്ഞാവാം ബാക്കി. ശോഭ ഓർത്തു. കണ്ണനാണെങ്കിൽ ഫോണിൽ പാട്ടും വെച്ച് കിടക്കുകയാണ്. ഷർട്ടും പാവാടയും ഇട്ട് ഇറങ്ങി വന്ന പെൺകുട്ടിയാണ് മനസ്സിൽ നിറയെ. അവളുടെ പിടയ്ക്കുന്ന മിഴികളും വിറകൊള്ളുന്ന കരങ്ങളും പാവാണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. തന്നെ അവൾക്ക് ഇഷ്ടമായോ ആവും. ഇനി ഇഷ്ടമാകാഞ്ഞിട്ടാണോ അവൾ ഓടി മറഞ്ഞത്? ഏയ്, അങ്ങനെയാവാൻ വഴിയില്ല. തനിക്ക് എന്താ ഒരു കുറവ്? അവൻ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. എന്നിട്ട് തൻ്റെ പ്രതിബിംബത്തെ നോക്കി. തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം ഒന്നുമില്ല. അവൻ തൻ്റെ മീശയൊന്ന് തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പിരിച്ചു. എന്നിട്ട് വീണ്ടും തൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയാണ്. ഓ, ഇങ്ങനെയൊന്നും നിൽക്കല്ലേ, ആ കൊച്ചിന് പേടിയാകും. അതാണെങ്കിൽ ഇത്തിരി പോന്നൊരു കുട്ടിയാണ്. വാതിൽക്കൽ ശ്രീകുട്ടിയുടെ ശബ്ദം.
ആ, നീ എത്തിയോടി കുരുപ്പേ? അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. യെസ് ബ്രോ, ദേ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ബ്രോ പറയ്, എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ പെണ്ണ് കാണൽ? അവൾ വന്ന് കട്ടിലിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അപ്പോഴേക്കും ശോഭ ഒരു പാത്രത്തിൽ കപ്ലങ്ങാപ്പഴം ചെത്തിക്കൊണ്ടുവന്ന് മക്കൾക്ക് രണ്ടാൾക്കും കൊടുത്തു. ചേട്ടാ പറയുന്നേ, എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ് കാണൽ? പെണ്ണിനെ കണ്ട് സംസാരിച്ചു, തിരിച്ചു പോന്നു, അത്ര തന്നെ. ഏ, അത്രയുള്ളോ? ശ്രീകുട്ടി നെറ്റി ചൊളിച്ചു. പിന്നല്ലാതെന്താ, പെണ്ണിനെ ഇന്ന് തന്നെ കെട്ടിക്കൊണ്ടുവരണമായിരുന്നോ? ഓഹോ, അത്രയ്ക്ക് ധൃതിയാണോ മോനെ? അതിനൊക്കെ ഇവിടെ കാരണവന്മാരൊക്കെയുണ്ട്. നാട്ടുനടപ്പനുസരിച്ച് അവരൊക്കെ പോയി കണ്ട് ഉറപ്പിച്ച ശേഷം മതി കെട്ടും മേളവും ഒക്കെ. ശ്രീകുട്ടി ഇത്തിരി ഗമയിൽ പറഞ്ഞു. നിനക്കിഷ്ടായോടെ പെണ്ണിനെ? ശോഭ ചോദിച്ചു. അവൻ അമ്മയെ ഒന്ന് നോക്കി. എന്താടാ? ഒന്നുമില്ല, വെറുതെ. പിന്നെ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. എന്താ, എനിക്ക് അമ്മയെ നോക്കത്തില്ലേ? ഇതുവരെ താൻ അവരോട് പെൺകുട്ടിയെക്കുറിച്ച് ഒന്നും ചോദിക്കാത്തതിൻ്റെ പ്രതിഷേധമാണെന്ന് ശോഭയ്ക്ക് മനസ്സിലായി. മകൻ്റെ മുഖത്താണെങ്കിൽ പരിഭവം. എടി ശ്രീകുട്ടി, ഇവനെ എന്തുമാത്രം പറഞ്ഞ് നിർബന്ധിച്ചതാണ് ഈ കല്യാണത്തിന്. എന്നിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് വന്ന് ഇവൻ എന്നോടൊരക്ഷരം മിണ്ടിയില്ല, ശോഭ പറഞ്ഞു. പിന്നെ ഞാൻ അമ്മയോടാണോ പറയേണ്ടത്? അമ്മയ്ക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാൻ വയ്യേ? എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്കയ്യല്ലേ? അവനും വിട്ടുകൊടുത്തില്ല. ഓ, തുടങ്ങി രണ്ടാളും കൂടി. ആകെപ്പാടെ ഒരെണ്ണത്തിനെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അവർക്കിഷ്ടമായോന്ന് പോലും അറിയില്ല. അപ്പോഴേക്ക് ഇവിടെ അടിയായി. പെണ്ണിൻ്റെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയില്ല. ശ്രീകുട്ടിക്കാണെങ്കിൽ ദേഷ്യം വന്നു. എൻ്റെ മോനെ ഇഷ്ടമാകാത്തവരാരടി? ആ പെണ്ണിനേക്കാൾ മിടുക്കൻ ഇവനാണ്. ശോഭ പറഞ്ഞപ്പോൾ കണ്ണൻ അല്പം നെഞ്ചു വിരിച്ച് അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. സമയം രാത്രി 8 മണി. കല്ലും അച്ചമ്മയും കൂടെ TV കാണുകയാണ്. കുട്ടികളുടെ പാട്ട്. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഉഷ വിളിച്ചത്. കല്ലു ഫോണെടുത്ത് അച്ചമ്മയുടെ കയ്യിൽ കൊടുത്തു. ഹലോ. ആ അമ്മേ, എന്നടി മോളെ, അത്താഴമൊക്കെ കഴിച്ചോ? ആ കഴിച്ചു, ഞങ്ങൾ TV കാണുക. അമ്മേ, എന്നെ ഇപ്പോൾ രമണി വിളിച്ചു. ആണോ? എന്നിട്ട് എന്തു പറഞ്ഞു? അമ്മ, കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന്. ചെറുക്കനൊരു പാവമാ, സാധാരണക്കാരാണെന്ന് പറഞ്ഞവൾ. അതെയോ? അച്ചമ്മയുടെ മുഖം പ്രകാശിച്ചു. കല്ലുമോൾ എന്തിയമ്മേ? അവളിരുന്ന് TV കാണുക. അവളോട് പറഞ്ഞേക്ക് കേട്ടോ. ആ, പറയാം മോളെ. പിന്നെ അമ്മേ, ഇനി നമുക്ക് അവിടെയൊന്ന് പോകണ്ടേ? പോണം മോളെ, 5-8 പേരെ പോയി കണ്ട് ഉറപ്പിക്കാമല്ലേ? അതെ. ഞാൻ അമ്മയെ നാളെ വിളിക്കാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അത് മതിയടി, നീ ഫോൺ വെച്ചോ. അച്ചമ്മ ഫോൺ തിരികെ കല്ലുവിന് കൈമാറി. മോളെ കല്ലു, രമണി പറഞ്ഞത് നല്ല ആൾക്കാരാണെന്നാ, ഒരു കുഴപ്പമില്ലെന്ന് ഉറപ്പിച്ചോളാൻ. അച്ചമ്മ ആഹ്ലാദത്തിലാണ്. കല്ലുവാണെങ്കിൽ അച്ചമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവരുടെ അടുത്തായി ഇരിക്കുകയാണ്. മറുത്തൊന്നും അവൾ ചോദിച്ചില്ല. താൻ പോയാൽ അച്ചമ്മ പിന്നെ തനിച്ചാകൂലോ എന്ന് അവൾ വല്ലാതെ ഭയപ്പെട്ടു. തനിക്ക് വേണ്ടിയാണ് പാവം അച്ചമ്മ ഇത്രയും കാലം ജീവിച്ചത്. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം താൻ ഇവിടെ നിറങ്ങിപ്പോയാൽ പിന്നെ അച്ചമ്മ എന്തെങ്കിലും വയ്യാഴിക രാത്രിയിലെങ്ങാനും ഉണ്ടായാൽ ആരാണൊരാശ്രയം? ആ ചിന്ത അവളെ വല്ലാതെ കീഴ്പ്പെടുത്തി. കല്ലു, മോളെന്താ ആലോചിക്കുന്നത്? അച്ചമ്മ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല അച്ചമ്മേ, ഞാൻ വെറുതെ ഓരോന്നോർത്തു. അവൾ എന്താവും ആലോചിച്ചു കൂട്ടുന്നതെന്ന് അച്ചമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ദേ, എൻ്റെ കുട്ടി അനാവശ്യമായിട്ട് ഒന്നും ഓർക്കണ്ട. എല്ലാത്തിനും ഒരു വഴി കാണാം. എന്ത് വഴിയാണ് അച്ചമ്മേ? അതൊക്കെ ഉണ്ട്, സമയമാകുമ്പോൾ ഞാൻ പറയാം. ഓഹോ, അതെന്താണ്? അവൾ ഒരുപാട് ചോദിച്ചെങ്കിലും അച്ചമ്മ പറയാൻ കൂട്ടാക്കിയില്ല. എന്തായാലും അടുത്ത ദിവസം തന്നെ അവരെ വിളിച്ച് നമുക്ക് സമ്മതമാണെന്ന് അറിയിക്കാമെന്ന് അച്ചമ്മ തീരുമാനിച്ചു. കല്ലൂനാണെങ്കിൽ ആ രാത്രിയിൽ ഉറങ്ങാനേ സാധിച്ചില്ല. തൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള അങ്കലാപ്പിലായിരുന്നവൾ. പക്ഷെ കണ്ണൻ്റെ കാര്യം അങ്ങനല്ല. അവൻ്റെ മനസ്സിൽ അപ്പോഴും
താൻ കാലത്തെ കണ്ട ആ തൊട്ടാവാടി പെണ്ണായിരുന്നു. ശരിയാണ്, അവളൊരു തൊട്ടാവാടി തന്നെ. കല്യാണം വേണ്ട, പെണ്ണും വേണ്ടെന്ന് പറഞ്ഞ് നടന്ന തൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് അവൻ ഓർത്തു. പക്ഷേ അപ്പോഴും അവൻ്റെ മനസ്സിലൊരു ഭയം. അത് മറ്റൊന്നുമല്ല, കല്ലുവിൻ്റെ വീട്ടുകാർക്ക് തന്നെ ഇഷ്ടമാവോ ഇല്ലയോ. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഈ വിവാഹം മുടക്കുമോ എന്നൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിൽ അപ്പോഴും. എന്തോ ആ പെൺകുട്ടിയെ തനിക്ക് വല്ലാതങ്ങ് ബോധിച്ചതായി അവന് തോന്നി. ആ, തനിക്ക് വിധിച്ചതാണെങ്കിൽ അവൾ ഈ വീട്ടിൽ വന്ന് കയറും. ഓരോന്നാലോചിച്ച് കിടന്ന് എപ്പോഴോ അവൻ ഉറങ്ങി. കാലത്തെ തന്നെ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയതാണ് കല്ലുവും അച്ചമ്മയും. തിങ്കളാഴ്ച ആയതുകൊണ്ട് തിരക്കൽപ്പം കുറവാണ്. അല്ലെങ്കിൽ കുട്ടികളും അമ്മമാരും മുതിർന്നവരും ഒക്കെ കൂടി ബഹളമാണ് ക്ഷേത്ര പരിസരത്ത്. കല്ലുവിൻ്റെ കൈകളിലേക്ക് അച്ചമ്മ ഭഗവാന് ചാർത്താനായി ഒരു നാരങ്ങാമാല എടുത്തു കൊടുത്തു. നന്നായി പ്രാർത്ഥിച്ച് കോവിലിന് 6 പ്രദക്ഷിണം വെച്ചിട്ട് വേണം ഇത് സമർപ്പിക്കുവാൻ. എൻ്റെ കുട്ടിക്ക് വിധിച്ചതാണ് ഈ പയ്യനെങ്കിൽ തടസ്സമൊന്നും കൂടാതെ ഈ വിവാഹം മംഗളമായി നടക്കുവാൻ അച്ചമ്മ ഭഗവാനോട് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. കല്ലു അച്ചമ്മ പറഞ്ഞ പ്രകാരം നാരങ്ങാമാല ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ചു. നിറമിഴികളോടെ ഭഗവാന്റെ മുന്നിൽ കേഴുന്ന അച്ചമ്മയെ അവൾ ഒരു നോക്ക് കണ്ടു. കാലത്ത് എണീറ്റപ്പോഴാണ് അച്ചമ്മ പറഞ്ഞത് രണ്ടാൾക്കും കൂടി അമ്പലത്തിലൊന്ന് പോകാമെന്ന്. എന്താ അച്ചമ്മ, ഇന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഓവ്, ആ പയ്യൻ്റെ വീട്ടുകാരെ വിളിച്ച് ഇന്ന് വിവാഹത്തിന് സമ്മതമാണെന്ന് നമ്മൾ അറിയിക്കുമല്ലേ. അതിനു മുൻപ് പോയി നമുക്ക് ഈശ്വരന്മാരെയൊക്കെ കണ്ട് അനുഗ്രഹം മേടിക്കണം. എൻ്റെ കുഞ്ഞിന് കണ്ണീര് കുടിപ്പിക്കരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ അച്ചമ്മയ്ക്ക്. അവർ കരയുകയാണെന്ന് അവൾക്ക് തോന്നി. കല്ലു അല്പനിമിഷം ഒന്നും മിണ്ടിയില്ല. മോളെ, വേഗം റെഡിയാവ്, നമുക്ക് കാലത്തെ പോയിട്ട് വരാം. കല്ലുവും അമ്പലത്തിൽ പോകാനായി തയ്യാറായി. ഇന്ന് ട്യൂഷൻ ഉണ്ടാവില്ലെന്ന് കല്ലു അപ്പോൾ തന്നെ അവരെ വിളിച്ചറിയിച്ചു. അമ്പലത്തിൽ നിന്ന് രണ്ടാളും തിരികെ വന്നപ്പോൾ 10 മണി കഴിഞ്ഞു. കല്ലു വേഗം തന്നെ കുറച്ച് റവയെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാനായി തുടങ്ങി. അപ്പച്ചമ്പിൻ്റെ തട്ടിലേക്ക് 2 നേന്ത്രപ്പഴം പുഴുങ്ങുവാനായും വെച്ചു. ദിവാകരനോടൊന്നും പറയണ്ടേ മോളെ? അച്ചമ്മ ചോദിച്ചു. മുത്തശ്ശൻ്റെ ഒരേ ഒരു അനിയനാണ്. അവരെല്ലാവരും പാലൂർക്കാവിലാണ് താമസം. ഇപ്പോഴേ പറയണോ അച്ചമ്മേ? തീരുമാനമൊന്നും ആയില്ലല്ലോ. ചെക്കൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ? പിന്നെ അവരുടെ വേണ്ടപ്പെട്ട ആളുകളും ഇവിടെ വരണമല്ലോ. അച്ഛനൊന്നും എന്നെ കണ്ടിട്ടില്ലല്ലോ. എന്നാൽ പിന്നീട് പറയാമെന്ന് അച്ചമ്മയും അവളും തീരുമാനിച്ചു. ഉപ്പുമാവും നേന്ത്രപ്പഴവും കട്ടൻ ചായയും കൂട്ടി ഇരുവരും കഴിച്ചു. കല്ലുമോളെ, ഇന്നലെ കണ്ണൻ തന്ന നമ്പർ മോളുടെ ഫോണിലൊന്ന് ഞെക്കിക്കേ. നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കാം. ഇത്തിരി കഴിയട്ടെ അച്ചമ്മേ, എന്താ ഇത്ര ധൃതി? പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമല്ലല്ലോ മോളെ, നീ ഒന്ന് വിളിക്ക്. അങ്ങനെ കല്ലു ശോഭയുടെ നമ്പർ ഡയൽ ചെയ്തു. അച്ചമ്മയ്ക്ക് ഫോൺ കൈമാറി. കുറച്ച് സമയം കഴിഞ്ഞു ശോഭ ഫോൺ എടുക്കാൻ. ഹലോ, ശോഭയല്ലേ? അതെ, അച്ചമ്മയാണോ? ആളെ പിടികിട്ടിയതും ശോഭയുടെ സന്തോഷം നിറഞ്ഞ ശബ്ദം ഫോണിലൂടെ കല്ലും കേട്ടു. ആഹാ, മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ. ഞാൻ ഇന്നലെ മോളെ കൊണ്ട് ഈ നമ്പർ ഫോണിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, ശോഭ പറഞ്ഞു. അതെയോ? എല്ലാവരും എന്തെടുക്കുന്നു? കാലത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? ചേട്ടൻ റബ്ബർ ടാപ്പിങ്ങിന് പോയമ്മേ. മോൾക്ക് ക്ലാസ്സുണ്ട്. പിന്നെ കണ്ണനിപ്പോൾ പോയതേ ഉള്ളൂ. കല്ലുമോൾ എവിടെ? ദേ എൻ്റെ അടുത്തുണ്ട്. ഇന്നലെ മോൻ വന്നായിരുന്നല്ലോ, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. കണ്ണൻ പറഞ്ഞു അവന് പെൺകുട്ടി ഇഷ്ടമായി. അവിടെ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് ആലോചിക്കാം. ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. കല്ലുമോൾക്ക് മോനെ ഇഷ്ടമായി. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെയോ? എന്നാൽ അവിടുന്ന് കാണാനുള്ളവരൊക്കെ ഏറ്റവും അടുത്ത ദിവസം തന്നെ വന്നോട്ടച്ചമ്മേ. കാരണവന്മാർക്കൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെടണമല്ലോ. ശരി മോളെ, ഞാൻ എൻ്റെ മോളോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല അച്ചമ്മ. എല്ലാവരും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് മീനത്തെ തന്നെ കല്യാണം നടത്താം. അങ്ങനെയാണ് പിള്ളേരുടെ അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആവട്ടെ മോളെ. പിന്നെ ഒരുപാട് പേരൊന്നും വരാനില്ല കേട്ടോ. എൻ്റെ മോളും അവളുടെ ഭർത്താവും പിന്നെ ഞാനും. പിന്നെ 1-2 വല്യച്ഛന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ കുറിച്ച് മാറിയാണ് താമസം. കല്ലുമോളുടെ അമ്മ വീട്ടിലും ഒന്ന് പറയണമെന്നുണ്ട്.
അച്ഛമ്മ അറിയിക്കേണ്ടവരോടൊക്കെ അറിയിച്ചിട്ട് മതി കാര്യങ്ങളൊക്കെ. എന്നാൽ ഞാൻ വയ്ക്കട്ടെ മോളെ? അച്ഛമ്മേ, ഒരു മിനിറ്റ്. കല്ലുമോൾ എന്തേ, ഒന്ന് കൊടുക്കുവോ? ഞാൻ ഇപ്പം കൊടുക്കാം. അച്ഛമ്മ ഫോൺ കൈമാറി. ഹലോ മോളെ, എന്തെടുക്കുമായിരുന്നു? ഇന്ന് ട്യൂഷന് പോയിട്ട് വന്നതാണോ? ഇന്ന് പോയില്ലമ്മേ. ഞാനും അച്ഛമ്മയും കൂടെ ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയതാ. ഇനി നാളെ ട്യൂഷന് പോകൂ. അതെയോ? എന്നും ചെന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ലമ്മേ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമ്പോൾ ഞാൻ പോകാറില്ല. പകരം ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടി എടുക്കും. അതല്ലേ, മോൾ കാപ്പി കുടിച്ചോ? ഓവ്, ഞങ്ങൾ രണ്ടാളും അമ്പലത്തിൽ പോയിട്ട് വന്നതാ. എന്നിട്ടാണ് കഴിച്ചത്. എങ്കിൽ ശരി മോളെ, ഞാൻ കണ്ണനോടും അച്ഛനോടും ഒക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ. പിന്നെ വിളിക്കാം കേട്ടോ. ശരി അമ്മേ. കല്ലു ഫോൺ കട്ട് ചെയ്തു. ശോഭ ഒരു പാവാണെന്ന് തോന്നുന്നു, അല്ലേ മോളെ? അതൊന്നും ഇപ്പം പറയണ്ട അച്ഛമ്മേ. നമ്മൾ കാണുന്ന പോലെയല്ല ആളുകളുടെ ഉള്ളിലിരിപ്പ്. അതൊക്കെ അറിയണമെങ്കിൽ കൂടെ താമസിക്കണം. എന്നാലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കണ്ടിട്ടൊരു മര്യാദക്കാരിയാണ്. ആ, എന്തെങ്കിലും ആവട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് കൂട്ടാൻ വെക്കേണ്ടത്? ഇത്തിരി മത്തയിലയും പൂവും കൂടി തോരൻ വെച്ചാലോ? മോൾക്ക് ഇഷ്ടമല്ലേ അത്? അത് കേട്ടതും കല്ലുവിൻ്റെ മിഴികൾ തിളങ്ങി. അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് മത്തയില തോരൻ. നമുക്കത് ഉണ്ടാക്കാം, അല്ലേ അച്ഛമ്മേ? ഇത്തിരി രസം തിളപ്പിക്കാം. നത്തോലി വറുത്തതും ഇരിപ്പുണ്ട്, അതുപോരെ? മതി അച്ഛമ്മേ, ഇന്ന് കുശാലായി. ഒരു ചെറിയ കത്തിയും എടുത്തുകൊണ്ട് മത്തയുടെ ഇല പൊട്ടിക്കുവാനായി കല്ലു തൊടിയിലേക്ക് ഇറങ്ങിപ്പോയി. അയ്യോ, ഉഷയെ വിളിച്ചില്ലല്ലോ. മോളെ, കൂട്ടാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടേ ആ കാര്യം വിട്ടുപോയി. എൻ്റെ അച്ഛമ്മ ഇത്തിരി കഴിഞ്ഞാലും വിളിക്കാമല്ലോ. എന്താ ഇത്ര തിടുക്കം? ഫോണും എടുത്തുകൊണ്ട് തൊടിയിലേക്ക് വന്ന അച്ഛമ്മയെ നോക്കി കല്ലു ചോദിച്ചു. നീ ഇതൊന്ന് ഞെക്കി താമോളെ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോൾ അച്ഛമ്മയെ ഇറയത്ത് പോയിരിക്കെ. അവൾ ഇല എടുത്തുകൊണ്ട് വന്ന ശേഷം ഉഷയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മേ, എന്നാലൊരു കാര്യം ചെയ്യാം. നമുക്കടുത്ത ഞായറാഴ്ച പോയാലോ? അന്നാവുമ്പോൾ അവരെല്ലാവരും വീട്ടിൽ കാണില്ലേ? അതേ മോളെ, അവധി ദിവസം പോകുന്നതാണ് നല്ലത്. നീ പ്രസന്നനോടുകൂടി പറയ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. ചേട്ടൻ വരുമ്പോൾ ഞാൻ വിളിക്കാം. അമ്മ നേരിട്ട് പറഞ്ഞാൽ മതി. നീ ഇങ്ങോട്ട് വിളിക്ക്. ആ പിന്നെ അമ്മേ, വേറെ ആരോടെങ്കിലും പറയുന്നുണ്ടോ? കൊച്ചച്ഛനൊക്കെ ഇല്ലേ? കല്ലുമോള് പറയുവാടി, എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന്. അത് ശരിയമ്മേ, പക്ഷെ കാരണവന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മതി ഒരു പരാതിക്ക്. ആ, അതൊക്കെ ശരിയാ. പിന്നെ കല്ലുവിൻ്റെ അമ്മ വീട്ടിൽ പറയണ്ടേ? രവിയും ഷാജിയൊക്കെ ഈ കുഞ്ഞിനെ കാണാൻ പോലും വന്നിട്ടില്ല. പിന്നെ എന്നാ പറയാനാമേ? എന്നാലും അമ്മാവന്മാരല്ലേടി. അമ്മ കല്ലുമോളോട് ചോദിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. ഞാൻ എന്നാ പറയാനാ? കുറച്ച് സമയം കൂടി മകളോട് സംസാരിച്ച ശേഷം അച്ഛമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് കല്ലുവിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുത്തു. അപ്പച്ചി എന്താ പറഞ്ഞേ? അവൾ പറഞ്ഞത് ഞായറാഴ്ച പോകാമെന്ന്. അന്നാവുമ്പോൾ എല്ലാവർക്കും അവധിയല്ലേ? കല്ലു വെറുതെ മൂളി. കല്ലുമോളെ, നിന്റെ അമ്മാവന്മാരോടൊക്കെ വിളിച്ചു പറയണ്ടേ? ഞാനത് ഓർക്കുമായിരുന്നു. എന്തിനാച്ചമ്മേ വെറുതെ അവരോടൊക്കെ പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് പറയുന്നതെന്ന്. എന്നാലും അമ്മാവന്മാരല്ലേ. ആ ചെറുക്കൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും മോളെ? അവരോട് രാജീവേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എന്ത് വിചാരിക്കാനാ? എന്നാലും അങ്ങനെ അല്ലല്ലോ. അച്ഛമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കല്യാണം ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആദ്യം അച്ഛമ്മയും അപ്പച്ചിയും ചിറ്റപ്പനും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് വരൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി. അങ്ങനെങ്കിൽ അങ്ങനെ മതി. പ്രസന്നം വന്നു കഴിഞ്ഞ് അവളെ രാത്രി വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ശോഭയെ വിളിച്ചു പറയാം. അച്ഛമ്മ പറഞ്ഞു നിർത്തി. തുടരും.